താങ്കൾ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മണ്ഡലത്തിലുണ്ട്, അപ്പൊ എല്ലാരും കൂടെ കാണും. എന്താണ് ഇതുവരെ ഷാഫി ഒളിച്ചോടി എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരിപാടി പങ്കെടുക്കുന്നത് ഒളിച്ചോട്ടമായിട്ട് കാണുന്ന മാധ്യമ പ്രവർത്തനമാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ മണ്ഡലത്തിലുണ്ട്, അവിടെ മാധ്യമങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണാനായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരാളല്ലേ ഉള്ളൂ. എല്ലാവരും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അന്ന് ഡൽഹിയിൽ നിന്ന് ഉൾപ്പെടെ പ്രതികരിക്കാതെ? അത് മാധ്യമങ്ങളെ കാണുന്ന എല്ലാവരോടും കൂടെ ഒരുമിച്ച് പറയാം കേട്ടോ. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആണോ? താങ്കൾക്ക് അത്ര വ്യക്തിബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയല്ലേ? എല്ലാവരും ഒരുമിച്ച് കാണാന്ന് പറഞ്ഞു. അത് മനസ്സിലാവുന്നില്ല. ഇതുവരെയുള്ള മൗനം എന്തായിരുന്നു കാരണം? ഇതുവരെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? താങ്കൾ ഒളിച്ചോടി എന്നാണ് പറയുന്നത്. എന്നാ പറഞ്ഞ എല്ലാരും കൂടെ ഒരുമിച്ച് കാണാം കേട്ടോ. താങ്ക് യു. ഷാഫി പറമ്പിൽ എം പി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി മൗനത്തിലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ യാത്രയിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, പൊതുവെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല, കൂട്ടമായി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമെന്നാണോ പറയുന്നത്? കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയേണ്ടി വരുന്ന ഒരാൾ ഷാഫി തന്നെയാണ്. പറയൂ വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും അതുതന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി അത്രത്തോളം വ്യക്തിബന്ധമുള്ള ആൾ കൂടിയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൻ്റെ ഒരു പിൻഗാമിയൊക്കെ ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ രീതിയിലാണ് മുമ്പൊക്കെ അവതരിപ്പിച്ചത്. പാലക്കാടും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്. പക്ഷേ ഇത്തരമൊരു ഗുരുതരമായിട്ടുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ അതിനുശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. പക്ഷേ അതിലൊന്നും പ്രതികരിക്കാൻ ഇതുവരെ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. ഈ സംഭവം ഇതിൻ്റെ രാജി ഉൾപ്പെടെയുള്ളത് നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഡൽഹിയിലായിരുന്നു ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നത്. പിന്നീട് രാഹുൽ ഗാന്ധിയുടെ ജാഥയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബീഹാറിലേക്ക് പോകുന്നു എന്ന വിവരം മാത്രമാണ് ലഭിച്ചത്. അവിടെ ഷാഫി പറമ്പിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഡൽഹിയിലുള്ള സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒരു പ്രതികരണത്തിന് ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ നിരവധി തവണ അദ്ദേഹത്തെ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിലെന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഷാഫി പറമ്പിലിനെതിരെയും ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ഹണി ഭാസ്കർ ഉൾപ്പെടെ നേരത്തെ ഈ വിഷയം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിഷയം ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് പരിഗണിച്ചില്ല ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിൽ പ്രതികരിക്കേണ്ട രാഷ്ട്രീയ നേതാക്കൾ പ്രധാനപ്പെട്ട ഒരാൾ ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും ഒരു സമയത്തും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിൽ അനൗദ്യോഗികമായി നേരിട്ട് മാധ്യമങ്ങളോട് ആരോടും വിശദീകരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണ് രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ അദ്ദേഹത്തിൻ്റെ ജാഥ എന്നുള്ളത്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിൽ നിന്ന് പോയത്. അതുകൊണ്ടാണ് പ്രതികരിക്കാൻ കഴിയാതിരുന്നത് എന്ന ഒരു വിശദീകരണം മാത്രമാണ് അദ്ദേഹം നൽകിയത്. ഇപ്പോൾ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നേരെ വടകര മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് മണ്ഡലത്തിൽ പരിപാടികളുണ്ട്. ആ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. എല്ലാ മാധ്യമങ്ങളോടും ഈ കാര്യങ്ങൾ വിശദീകരിക്കും എന്നതാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.